But I want you to hear what this passage is saying. എന്നാൽ ഇവിടെ ഈ തിരുവചനം പറയുന്ന കാര്യം എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. He says that in the most intimate part of the marriage relationship. നമുക്ക് വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധത്തെക്കുറിച്ച് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. He says the man has authority over the woman's body and the woman has authority over the man's body. ഇവിടെ നമ്മൾ വായിച്ചതാണ് പുരുഷന് തന്റെ ഭാര്യയുടെ ശരീരത്തിന്മേൽ സ്ത്രീയുടെ ശരീരത്തിന്മേൽ അവകാശമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ പുരുഷന്റെ ശരീരത്തിന്മേൽ അധികാരമുണ്ട് എന്ന് നമ്മൾ വായിച്ചു. That means that there's a very mutual submission in that relationship. എന്ന് പറഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടെ ഉള്ളതായിരിക്കുന്ന സ്നേഹബന്ധത്തിന്റെ വിധേയത്വത്തെക്കുറിച്ചാണ് അവിടെ ആ തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുക. And it's going to require communication and openness between each other. പരസ്പരം ഉള്ളതായിരിക്കുന്ന ആശയവിനിമയത്തെക്കുറിച്ചും തുറന്ന മനസ്ഥിതിയോടുകൂടെയുള്ള ഇടപെടലിനെ കുറിച്ചുമാണ് ആ വേദഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. The problem is that many men are not open with their emotions. വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അനേക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരിക തലങ്ങളെക്കുറിച്ച് വ്യക്തമായി തുറന്ന് സംസാരിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല അനേകരും എന്നുള്ളതാണ് ഒരു വസ്തുത. And sometimes it's very difficult for men to even talk to their wives. അതെ, ചില സമയത്ത് ഭാര്യമാരോട് തുറന്ന് സംസാരിക്കുന്ന കാര്യം തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നാറുണ്ട്. And the woman is desiring not only physical intimacy, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിരിക്കുന്ന അടുപ്പം മാത്രമല്ല അവൾ ഇഷ്ടപ്പെടുന്നത്, but she also desires emotional intimacy. വൈകാരികമായിരിക്കുന്ന അടുപ്പം കൂടെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. And she desires communication with her husband. ഭർത്താവുമായിട്ട് ഇരുന്ന് ഏറെ നേരം സംസാരിക്കുവാനും ആശയങ്ങൾ കൈമാറുവാനുമുള്ളതായിരിക്കുന്ന ആഗ്രഹം അവളുടെ ഹൃദയത്തിലുണ്ട്. But this is not the way it usually is in marriages. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അതുപോലെ അത് അവിടെ നടക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. Oftentimes the man approaches intimacy in a very selfish way. അതെ, പല സമയത്തും വളരെ അടുത്ത ബന്ധത്തോടുള്ള ബന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്വാർത്ഥ മനോഭാവത്തോടുകൂടി സ്വന്തം കാര്യസാധ്യം എന്നുള്ളതായിരിക്കുന്ന ആ രീതിയിൽ സമീപിക്കുന്ന അവസ്ഥ പുരുഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. And he doesn't even care or think about his wife's needs. ആ സന്ദർഭങ്ങളിൽ തന്റെ ഭാര്യയുടെ ആവശ്യത്തെക്കുറിച്ചോ അവളുടെ ആഗ്രഹത്തെക്കുറിച്ചോ ചിന്തിക്കുകയോ വിചാരിക്കുകയോ ചെയ്യാറില്ല. Sometimes a man will come home from work and he's very tired. ചില സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് വളരെ അവശനായിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. And he sits in his chair and he demands that his wife bring his dinner. അവനെ വന്നു കസേരയിൽ ഇരുന്നു. ഉടൻ തന്നെ ഭാര്യ അവനെ ഭക്ഷിപ്പാനുള്ള ആഹാരം തയ്യാറാക്കി കൊടുക്കുവാനുള്ളതായിരിക്കുന്ന ആ പ്രതീക്ഷയോടെ അവൻ കാത്തിരിക്കുകയാണ്. He might even yell orders at his wife. ചില സമയത്ത് വലിയ ശബ്ദത്തോടുകൂടി കോപത്തോടുകൂടി ആജ്ഞയോടുകൂടി ഒക്കെ അവളോട് സംസാരിക്കുന്നു. He might say, "Where's my dinner? Why are the kids so loud? കഴിക്കാനുള്ള ആഹാരം എന്ത്? പിള്ളേരെല്ലാം കൂടെ എന്തായി ബഹളം വെക്കുന്നത്?" ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംസാരിക്കാറ്. Why is the house so messy? എന്തുകൊണ്ട് ഈ വീട് ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് നീ ഇന്ന് എന്താ എടുക്കുകയായിരുന്നു? ഇതൊക്കെ ചോദിക്കുന്നവർ. And so he's just barking these orders at his wife. ശരിക്കും പറഞ്ഞാൽ നായി കുരയ്ക്കുന്നത് പോലെ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് കുരയ്ക്കുന്ന സ്വഭാവം പലപ്പോഴും ഭർത്താക്കന്മാര് കാണിക്കാറുണ്ട്. And then she's been tired all day because she's been working so hard. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളും ക്ഷീണിതയാണ്. നേരം വെളുത്തപ്പോൾ തൊട്ട് ഈ സമയം വരെയും അവളും വീട്ടിലെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് തളർന്നിരിക്കുന്നവളാണ് അവൾ. So she's washing the dishes and cleaning up and getting the children ready for bed. അതെ, വീട് വൃത്തിയാക്കുന്നു, പാത്രങ്ങൾ കഴുകുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, ആഹാരം പാചകം ചെയ്യുന്നു. ആകപ്പാടെ അവളും വളരെ ക്ഷീണിതയായിരിക്കുന്നു. And she's probably upset with her husband because he's not understanding her needs. ഇപ്പോൾ ഭർത്താവിന്റെ ഇടപെടലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിമിത്തം അവൾ ആകപ്പാടെ കുണ്ഠിതയായി തീർന്നിരിക്കുന്നു. കാരണം തന്നെ അറിയാത്ത, തന്റെ ആവശ്യങ്ങൾ അറിയാത്ത ഒരു മനുഷ്യൻ ഇപ്പോൾ അവളുടെ മുൻപിൽ ഇരിക്കുന്നത് പോലെ. And then when the husband comes into the bedroom, അതിനുശേഷം രാത്രിയിൽ കിടക്കമുറിയിലേക്ക് ഭർത്താവ് വന്നു. and he wants to be intimate. അവളോടൊപ്പം സഹകരിക്കുവാനുള്ളതായിരിക്കുന്ന അടുപ്പത്തിനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. And that's not going to be very enjoyable for the wife. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ സമീപനം അവൾ ഒരിക്കലും അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. She's had no communication with him all day. കാരണം ആ ഒരു ദിവസം മുഴുവനും അവനുമായിട്ട് യാതൊരു നിലയിലുമുള്ള സ്നേഹനിർഭരമായ ഒരു സംഭാഷണമോ ഇടപെടലോ സഹകരണത്തിനോ ഉള്ള അവസരം അവൾക്ക് കിട്ടിയിട്ടേയില്ല.
She's just heard all this yelling all day. ആകപ്പാടെ അവൾ കേട്ടത് ഇവന്റെ ഈ ബഹളവും ആജ്ഞയും കുരയ്ക്കുന്ന ശബ്ദവും ഒക്കെ അവൾ കേട്ടുകൊണ്ടിരുന്നത്. And then all he's interested in is his own physical needs. ഇപ്പോൾ അവൻ അവന്റെ ശാരീരികമായിരിക്കുന്ന സ്വന്തം കാര്യത്തിൽ മാത്രം തൽപരനായിട്ട് ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. Men, I want to tell you right now. സഹോദരന്മാരോടൊരു കാര്യം ഇപ്പോൾ ഓർപ്പിക്കട്ടെ. We're going to have to let Jesus change us. അതേ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തെ ഒന്ന് വ്യത്യാസപ്പെടുത്തുവാൻ ഇന്ന് രാത്രി നമ്മൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. We're going to have to learn to communicate with our wives. നമ്മുടെ ഭാര്യമാരോട് സ്നേഹത്തോടെ സഹകരിക്കുവാനായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. We're going to have to understand their needs. അവരുടെ ആവശ്യങ്ങളെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. And we're going to have to understand that they are our equals. അത് അവർ നമ്മളെ പോലെ തന്നെ നമുക്ക് തുല്യരാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. Because the reason why men treat their wives this way പുരുഷന്മാർ ഭാര്യമാരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുവാനുള്ളതായിരിക്കുന്ന കാരണം is that they think that they are superior. കാരണം അവരാണ് കഴിവുള്ളവർ, അവരാണ് ഇവരെ നോക്കേണ്ടത്, അവരാണ് മിടുക്കന്മാരെന്നുള്ളതായിരിക്കുന്ന ആ ചിന്ത അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. And I want you to let the Holy Spirit shine His light on your heart tonight. എന്നാൽ ഇന്ന് രാത്രി തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുവാനായിട്ട് ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ പകർന്നു വരുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. Because your culture tells you that you are better than women. കാരണം നിങ്ങളുടെ സംസ്കാരം പറയുന്നു സ്ത്രീകളെക്കാൾ നിങ്ങളാണ് നല്ലവർ എന്ന് പ്രസ്താവിക്കുന്നു. And that's a lie. അത് വാസ്തവത്തിൽ ഒരു വഞ്ചനയാണ്, അത് സത്യമല്ല. That's not what's in this Bible. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. God never said that boys were more important than girls. കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെക്കാൾ വിലയുള്ളവരാണ്, മാന്യരാണ് എന്ന് പറഞ്ഞിട്ടില്ല. And I've learned this because I have 4 daughters in my house. ഞാനിത് പഠിക്കുവാനുള്ളതായിരിക്കുന്ന കാരണം എന്റെ വീട്ടിൽ ദൈവം എനിക്ക് 4 പെൺകുഞ്ഞുങ്ങളെയാണ് തന്നിരിക്കുന്നത്. And every time one of those little girls was born, എന്റെ ജീവിതത്തിൽ ഓരോ കുഞ്ഞുങ്ങളും ജനിച്ച സമയങ്ങളിൽ I had nothing in my heart but joy for the fact that God had given me this child. ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെ കൂടെ തന്നതിൽ മറ്റൊരു ചിന്തയും വരാതെ എനിക്ക് സന്തോഷിക്കുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. But then I went to the nation of Nigeria. നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഞാൻ ചെന്നപ്പോൾ And I found out that all the men wanted boys. അവിടെയുള്ള ആണുങ്ങളെല്ലാം ആൺകുഞ്ഞുങ്ങളെ കിട്ടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും ആൺപിള്ളേരെയാണ് വേണ്ടത്. And every time their wives would get pregnant, they would say, I want a boy. അവയെ ഭാര്യമാർ ഗർഭിണികളാകുമ്പോൾ അവർ പറയുന്ന കാര്യം, നീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കണം, എനിക്കൊരു ആൺകുഞ്ഞിനെയാണ് വേണ്ടത് എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവവചനത്തിൽ നിന്ന് ജീവശാസ്ത്രപരമായ ചില പാഠങ്ങൾ എനിക്ക് അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. Because it is the man that determines the gender of the child. ഒരു കുഞ്ഞ് ആണോ പെണ്ണോ എന്നുള്ളതായിരിക്കുന്ന അതിന്റെ തീരുമാനമുണ്ടാകുന്നത് പുരുഷന്റെ ഭാഗത്തു നിന്നാണ്. So it wasn't the woman's problem that she had a girl. ഒരു പെൺകുഞ്ഞ് ജനിച്ചത് കൊണ്ട് അത് ആ സ്ത്രീയുടെ കുഴപ്പമല്ല, അവൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല. It was the man's seed that determined that. അവളുടെ ഉദരത്തിലേക്ക് പുരുഷനിൽ ചെന്നതായിരിക്കുന്ന വിത്ത് അല്ലെങ്കിൽ ബീജം ആ നിലയിലുള്ളതായതുകൊണ്ട് അവിടെ ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ളതാണ്. And those pastors came to the altar and they repented that night. ഈ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞ ആ രാത്രിയിൽ അനേക ദൈവദാസന്മാർ മുൻപോട്ട് അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനിടയായി. And they had to break out of a cultural mindset. അവരുടെ മനസ്സിലുണ്ടായിരുന്ന അവരുടെ സംസ്കാരത്തിന്റെ ഒരു ചിന്താഗതി അന്ന് രാത്രി അവരെ പൂർണ്ണമായിട്ട് വിട്ടുമാറുവാനിടയായി തീർന്നു. So I want you to renounce that idea right now. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ സ്നേഹിതര, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ ചിന്ത മാറ്റിക്കളയുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. And I break that lie off of you tonight. അത് ഇന്ന് രാത്രി ആ വഞ്ചന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. That would bring pride and domination into your heart. അത് നിന്റെ ഹൃദയത്തെ അതേ അഹന്തയുള്ളതാക്കി തീർക്കുന്ന, ഭരണ സ്വഭാവമുള്ളവനാക്കി തീർക്കുന്ന ആ ചിന്തകൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ. Now, number 2, the next thing you need to understand. രണ്ടാമതായി നിങ്ങൾ അറിയേണ്ടതായിരിക്കുന്ന കാര്യം, Very simple principle, and that is that you must learn to serve your wife. രണ്ടാമത്തെ കാര്യം, നിന്റെ ഭാര്യയെ ശുശ്രൂഷിപ്പാൻ നീ പഠിക്കണം.